ഹലോ, ആ സേതുവാണ് സാർ. ഞാൻ ഉടനെ വരാം സാർ. സാർ ആരേ ആരേ ഞാനൊന്ന് ഓഫീസ് വരെ പോവാണ്. യു ഫൈൻഡ് ഔട്ട് ദാറ്റ് മുഹമ്മദ്. മേരിത്തുള്ള പറഞ്ഞല്ലേ ഔസേപ്പച്ചന്റെ കടയിലെ ജോലിക്കാരൻ മുഹമ്മദ്. യെസ് സർ. ആരാ മുഹമ്മദ്? ഞാനാണ്. എന്താ സാറേ? തന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് സാർ? സാരി ടെസ്റ്റ് അയച്ചില്ലേ, അതിന്റെ റിപ്പോർട്ടാണിത്. മൈ ഗോഡ്, ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ഇത് രണ്ടും രണ്ടാണ്. ഇത് O നെഗറ്റീവ്, ഇത് A പോസിറ്റീവ്. അതെ, ഓമനിയുടെ ബ്ലഡ് A പോസിറ്റീവ് ആണ്. അപ്പോൾ O നെഗറ്റീവ് ബ്ലഡ് ആരുടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, സംശയമുള്ളവരുടെ മുഴുവൻ രക്തം പരിശോധിച്ചാലോ? അതൊന്നും എളുപ്പം നടക്കില്ല സാർ. ഇപ്പൊ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ഇതേക്കുറിച്ച് അജ്ഞനാണ്. നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ബ്ലഡിന്റെ ഉടമസ്ഥൻ ആരായിരുന്നാലും അയാൾ അറിയും, അലർട്ടാവും, ചിലപ്പോ സ്ഥലം വിടും. പിന്നെന്താ ഒരു പോംവഴി? നാളെ മുതൽ ഒരാഴ്ചക്കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. ഒരു വഴിയുണ്ട് സാർ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഐ എം സേതുരാമയ്യർ ഫ്രം CBI. എന്താ സാർ? കുറച്ച് ദിവസം മുമ്പ് കുമാരപുരം പഞ്ചായത്തിൽ മലമ്പനി നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു രക്തപരിശോധന നടന്നില്ലേ? ആ ഗ്രാമത്തിൽ O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമുള്ളവരുടെ പേര് മേൽവിലാസവും തരാമോ? അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും. ഐ വിൽ വെയിറ്റ്. ഓക്കെ, വരൂ. ഇവിടെ ഇരിക്കണം സാർ. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് 3 പേരെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരുള്ളൂ. താങ്ക് യു വെരി മച്ച്. 2-3 ദിവസമായി ആ വാസുവിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അവൻ ഏത് ഹോട്ടലിലാ താമസിക്കുന്നത്? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, ഉടനെ അവിടുന്ന് മാറുമെന്നും പറഞ്ഞു. ഇനി ആ CBI-ക്കാരുടെ കയ്യിലെങ്ങാനും? അതെങ്ങനെയാടാ? ഇന്നലെ അവന്മാർ അവരെ തിരക്കിവിടെ വന്നതല്ലേ? ഒരുപക്ഷെ ഫോൺ കിട്ടാത്തത് കൊണ്ടായിരിക്കും വിളിക്കാത്തത്. ആ, അതാ ശരി. അച്ഛാ, അവള് വീട്ടിൽ തനിയേ ഉള്ളൂ. ഞാൻ വീടിരുന്ന് പോയിട്ട് വരട്ടെ. പോലീസ് ജീപ്പ്. മിസ്റ്റർ K. ഔസേപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഓമനയെ കൊന്ന കുറ്റത്തിന്. നിങ്ങൾ ഓമനയെ കൊന്നു, എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഡെഡ് ബോഡി ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. നിങ്ങൾ അനാവശ്യം പറയരുത്. അവൾ ആത്മഹത്യ ചെയ്തതാ. അതിനുള്ള എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യും? ആരേ ബ്രിങ് ഹിം. വാടാ.
വാസു എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അവളെ എന്തിനാ കൊന്നത്? എങ്ങനെയാ കൊന്നത്? എനിക്ക് അറിഞ്ഞൂടായേ, ഞാനല്ല കൊന്നത്. എങ്കിൽ പിന്നെ ഡെഡ് ബോഡി എന്തിനാ താഴെ കിട്ടത്? അത് എന്താടോ അത് പറയാൻ? നിങ്ങൾ പറയണം. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. വാസുവിനെ വിളിച്ചോണ്ട് വന്നു, അത്രേ ഉള്ളൂ. ഔസേപ്പച്ച, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളും ഉണ്ട്. കമോൺ, നടന്നത് എന്താണെന്ന് പറയണം. പറയാൻ എന്താ നടന്നതെന്ന്. അപ്പച്ചനോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. ഓമനയെ ഞാനാ കൊന്നത്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ? അല്ല സാർ. പിന്നെ സംഭവ ദിവസം ഞാനും അവളും തമ്മിൽ ഒരു വാക്കുകേർക്കുണ്ടായി. അവള് പറയാൻ പാടില്ലാത്ത പറഞ്ഞു. ഉം, ഞാൻ അവളെ അടിച്ചു. ഉം. ആ അടിയിൽ അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാർ ഓമനയുടെ മരണത്തെ ഇവർ ആത്മഹത്യയ്ക്ക് മാറ്റിയത്. പക്ഷേ ഒരിക്കലും അവൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല സാർ. നിങ്ങൾ ഓമനെ അടിച്ചത് വാസ്തവമായിരിക്കാം. പക്ഷേ അവൾ അപ്പം മരിച്ചില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോ ഓമന എപ്പോഴാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? ആരാണ് കൊന്നത്? ഓമനയെ കൊന്നവര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ചെയ്തവര് തന്നെ ഏറ്റു പറയുന്നതാണ് നല്ലത്. വിക്രം, bring that packet. സാർ. ഇത് മരിച്ച ദിവസം ഓമന ഉടുത്തിരുന്ന സാരിയാണ്. ഇത് ഓമനയുടെ രക്തം തന്നെയാണ്. പക്ഷേ ഇത് വേറെ ആരുടെയോ രക്തമാണ്. ഈ രക്തത്തിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളായിരിക്കണം ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. സംശയമുള്ള എല്ലാവരുടെയും രക്തം പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ബട്ട് ഐ ഹാവ് ഗോട്ട് ഇറ്റ്. ആ സാരിയിൽ ഉണ്ടായിരുന്നത് O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമാണ്. അതിന്റെ ഉടമസ്ഥൻ ഒരു ജോയ് മാത്യു, 34 വയസ്സ്. ജോയ് മാത്യു എന്ന ജോണിക്കുട്ടിയുടെ രക്തം മരിച്ചുപോയ ഓമനയുടെ സാരിയിൽ എങ്ങനെ വന്നു? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആരെ? bring him. ഇപ്പൊ പറയണം. ഓമന മരിച്ച ദിവസം രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ഏക ദൃക്സാക്ഷി ഇയാളാണ്. അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ഇയാൾ നിങ്ങൾക്ക് എത്ര രൂപ തന്നു? 25,000 രൂപ. ജോയ് മാത്യു എന്ന ജോണിക്കുട്ടി ഇനിയെങ്കിലും സത്യം പറയും. നിങ്ങൾ എങ്ങനെയാ ഓമനയെ കൊന്നത്? സംഭവ ദിവസം രാത്രി അത്യാവശ്യം ചില കാര്യങ്ങൾ അപ്പച്ചനെ സംസാരിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പച്ച, അപ്പച്ച, ഇവിടെ ആരും ഇല്ലേ? ഓമനെ, 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 ഓമനെ.
താനെന്താ എവിടെ? ഞാൻ താക്കോലും കാശും കൊടുത്തിട്ട് പോകുന്ന വഴി മഴ ചാറി. ആ ശ്രീധരന്റെ കുടിലിൽ കയറിയിരുന്നു. മഴ ഉറച്ചപ്പോ ആ കുടിലാകെ ചോരുകയാണ്. ഒരു കുട വാങ്ങാമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് പോന്നതാ. ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്നത് താൻ കണ്ടു അല്ലേ? കണ്ടു. അപ്പൊ കുറെ നേരമായി താൻ ഇവിടെ വന്നിട്ട്? ആയി. താൻ മുകളിൽ വന്നിരുന്നോ? വന്നു. സഭ താൻ ഓമനെ മോളസ്റ്റ് ചെയ്യാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അപമാനം ഭയന്ന് ആരോടും പറയാനാവാതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അല്ലേ? നിങ്ങളൊരു ബുദ്ധിമാനായ കുറ്റവാളിയാണ്. കമാ. Take him. സർ. Vikram, arrest them all. Yes, sir. വരട്ടെ ചാക്കോ. ശരി. എനിക്ക് അങ്ങയോട് നന്ദിയും കടപ്പാടുമുണ്ട്. ഞങ്ങൾ പലരെയും സംശയിച്ചു. അങ്ങയുടെ സഹായം കൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കും. ഞങ്ങൾ വരട്ടെ. ആ സാർ, ഇദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ പിടിയിട്ട പുള്ളി സുകുമാരക്കുറുപ്പിനെ കൂടി ഒന്ന് പിടിച്ചു കൊടുക്കണമെന്ന്.